ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നേരത്തെ സ്റ്റോക്ക് മാർക്കറ്റാണ് പറഞ്ഞത്. സ്റ്റോക്ക് മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റ്സിലാണ്. ബോണ്ടിന്റെ മാർക്കറ്റ് ഉണ്ട്, ലോൺ നോട്ട്സിന്റെ മാർക്കറ്റ്. അപ്പൊ അതിനെ കുറിച്ച് പറയണം. ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ബോണ്ടുകളാണ് ഇഷ്യൂ ചെയ്യുന്നതും അത് സെക്കൻഡറി ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, കോർപ്പറേറ്റ് ബോണ്ട്സ് അല്ലെങ്കിൽ ഡെപ്റ്റ് സെക്യൂരിറ്റി ആണ് ലോൺ നോട്ട്സ്, ഡിബഞ്ചേഴ്സ് എന്നൊക്കെ പറയും. അത് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ബോണ്ടുകളെ ട്രേഡ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ഉണ്ട്, അതാണ് കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ പുതിയ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇഷ്യൂ ചെയ്ത ബോണ്ടുകൾ എന്താണ് ട്രേഡും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഒരു ബോണ്ടിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നോമിനൽ വാല്യൂ ഉണ്ട്, ഒരു കൂപ്പൺ റേറ്റ് ഉണ്ട്, റിഡംഷൻ ഉണ്ടെങ്കിൽ റിഡീമബിൾ ആണെങ്കിൽ റിഡംഷൻ ഉണ്ട്, ഇറഡീമബിൾ ആണെങ്കിൽ വേറെ. ഓക്കെ, ഏതൊക്കെ മെത്തേഡുകൾ ഉണ്ട് ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ? പബ്ലിക് ഇഷ്യൂ ഉണ്ട്. ബോണ്ടൊക്കെ ഇങ്ങനത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആകുമ്പോൾ ഇതുപോലത്തെ ബോണ്ടിന്റെ എക്സ്ചേഞ്ചുകളുണ്ട്. ആ ബോണ്ടിന്റെ എക്സ്ചേഞ്ചുകളിലൂടെ എന്ത് ചെയ്യുന്നു? പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നു. അത് പിന്നെ സെക്കൻഡറി ട്രേഡ് ചെയ്യും. അങ്ങനെ ട്രേഡ് ചെയ്തിട്ടാണ് അതിന്റെ ഒരു മാർക്കറ്റ് പ്രൈസ് വരുന്നത്, ബോണ്ടിന്റെ മാർക്കറ്റ് പ്രൈസ് വരുന്നത്. ബോണ്ടിന്റെ പ്രൈസ് കൂടും കുറയും, നോമിനൽ വാല്യൂനേക്കാൾ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. എപ്പോഴാണ് ബോണ്ടിന്റെ പ്രൈസ് കൂടുക? ചോദിക്കുന്ന ചോദ്യം കണ്ടോ? ബോണ്ടിന്റെ പ്രൈസ് എപ്പോഴാണ് കൂടുക? ഇൻവെസ്റ്ററുടെ റിക്വയർഡ് റിട്ടേൺ കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ ബോണ്ടിന്റെ പ്രൈസ് കൂടുക? ബോണ്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് റിക്വയർഡ് റിട്ടേണിലുള്ള പ്രസന്റ് വാല്യൂ ആണ്. ബോണ്ടിന്റെ പ്രൈസ് കൂടുന്നു, ദാറ്റ് മീൻസ് പ്രസന്റ് വാല്യൂ കാൽക്കുലേഷൻ അത് കൂടുന്നു. ഇൻവെസ്റ്ററുടെ റിക്വയർഡ് റിട്ടേൺ കുറയുമ്പോഴാണ്. ഇൻവെസ്റ്ററുടെ റിക്വയർഡ് റിട്ടേൺ എപ്പോഴാണ് കുറയുക? ആ ബോണ്ട് ഒന്നും കൂടെ സേഫ് ആവുമ്പോൾ ഒരുപാട് ആൾക്കാർ അട്രാക്ട് ചെയ്യുന്നു. ഒരുപാട് ആൾക്കാരെ ബോണ്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ഒരുപാട് ആൾക്കാരെ കമ്പനിയുടെ ബോണ്ടുകൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രൈസ് കൂടുന്നില്ലേ? എന്തുകൊണ്ടാ? ഒരുപാട് ആൾക്കാർ അത് വാങ്ങിക്കുന്നുണ്ട്, ദാറ്റ് മീൻസ് ആ ഇൻവെസ്റ്റർ അതിലേക്ക് അട്രാക്ട് ആവുന്നുണ്ട്. റിക്വയർഡ് റിട്ടേൺ കുറഞ്ഞിട്ട് അങ്ങനെയാണ്. അപ്പൊ ബോണ്ടിന്റെ പ്രൈസ് മാർക്കറ്റിൽ സെക്കൻഡറി ട്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുകയും കുറയൊക്കെ ചെയ്യുന്നുണ്ട്, സ്റ്റോക്കിന്റെ പ്രൈസ് പോലെ തന്നെ. അത് ജസ്റ്റ് മനസ്സിലാക്കാം. പിന്നെ ഈ പബ്ലിക് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇതേപോലെ യൂറോ സോണിലൊക്കെ എത്ര ലിമിറ്റ്, ജസ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. ഇപ്പൊ പബ്ലിക് ഇഷ്യൂ ചെയ്യാറുണ്ട്, പ്ലേസ് ചെയ്യാറുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാറുണ്ട്? ഡയറക്ട്ലി ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. സ്റ്റോക്കൊക്കെ ഷെയർസ് ഒക്കെ പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന പോലെ പബ്ലിക് ഇഷ്യൂ ചെയ്യാറുണ്ട്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. ഇതാണ് കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത്. ഇത്രയാണ് പഠിക്കാൻ. ക്ലിയർ ആണോ?